പണ്ട് മുതലേ ഉള്ള എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കലാരൂപത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് അറബനമുട്ടിനെ കുറിച്ചാണ്. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. തടിയും തോലും ഉപയോഗിച്ചുണ്ടാക്കുന്ന അറബന, അഷ്ടധ്വനികളുടെയും അറബനമുട്ട്. അതൊരു ചെറിയ കളിയല്ല, കുറച്ച് സീരിയസ് ആണ് കാര്യം. കണ്ടാലോ? അറബനമുട്ട് ശരിക്കും യമൻ എന്നാണ് എന്ത് ചെയ്തത്, ബാബ്ലോൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തു നിന്നാണ് എന്ത് ചെയ്തത് അറബനമുട്ട് വന്നത്. ഇതിൽ നിങ്ങൾക്ക് ചെലമ്പുകൾ കാണാം. ഇതിൻ്റെ തോലും ആടിൻ തോലാണ്. ഇതിൻ്റെ ഒരു ധ്വനിക്ക് വേണ്ടിയിട്ട് ഇതിന് നമ്മൾ പിന്നെ ടൈറ്റ് ആക്കി. ഇതും ആടിൻ തോലാണ്, ഇതും പ്ലാവിൻ്റെ മരം തന്നെയാണ്. ഇതിന് മെയ്ത്തായുണ്ട്, അതായത് ശരീരഭാഗങ്ങളിൽ തട്ടിക്കൊണ്ട് കളിക്കുക എന്നുള്ളത്. പിന്നെ ഇത് അഷ്ടധ്വനി ഉണ്ട്, 8 മുട്ടുകൾ. അതിൽ തന്നെ പല വ്യത്യസ്തങ്ങളുണ്ട്. മണിപ്പ്, തട്ട്, വിരൽ, മുട്ട്, മണിപ്പ്, നൊട്ട്, മണിപ്പ്. ഇതിങ്ങനെ 8 വ്യത്യസ്തമായ മുട്ടുകൾ ചേർന്നുകൊണ്ട് അറബന മുട്ട് അവതരിപ്പിക്കാം. അറബന മുട്ട് കാണുക, അത് ഭയങ്കര ഒരു മധുരം തന്നെയാണ്. ശരിക്കും അത് കാണാന്ന് പറയുന്നത് പല പല വ്യത്യസ്തമായ രീതികളിൽ അതിൻ്റെ ഒരു എല്ലാവരും ഒരുമയോട് ചെയ്യുമ്പോൾ കാണാൻ എൻ്റെ ഉള്ളിൽ ഡിഫറെൻ്റ് ആണ്. കലയിലൂടെ ശരിക്കും നമുക്ക് ലഹരിയെ എന്ത് ചെയ്യാം, തിരുത്താം. എൻ്റെ മോൻ A+ അല്ല വേണ്ടത്, അതിന് പകരം എന്താണ് നല്ലൊരു ക്യാരക്ടർ ഉള്ള ഒരു കുട്ടി ഉണ്ടാവുക എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമലി ഈ കലയൊക്കെ എന്ത് ചെയ്യും, ഉയർന്നു വരികയും ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരിക്കും നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. നിലയ്ക്കാത്ത താളമാണ്, പിഴയ്ക്കാത്ത ചുവടുകളും, യുദ്ധവീരന്മാരെ വാഴ്ത്തിപ്പാടിയുള്ള പാട്ടുകൾ. കലോത്സവ വേദിയിൽ ജനകീയ ഇനമായി മാറുകയാണ് അർബനമുട്ടും. പ്രേം ശശിക്കൊപ്പം വി സോണൽ കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.